പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നോമ്പ് കാലഘട്ടത്തിൽ ഗാഗുൽഥായിലെ ഈശോയുടെ കുരിശിലേക്ക് നോക്കി ആധ്യാത്മിക ജീവിതത്തിൽ ആഴപ്പെടാനും ശക്തിപ്പെടാനുമുള്ള നമ്മളുടെ ഈ പരിശ്രമത്തിൽ ഇന്ന് വിചിന്തന വിഷയമാക്കുന്നത് കുരിശ് ക്ഷമയുടെ പാഠപുസ്തകം എന്നുള്ള വിഷയമാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ജീവിതത്തിൽ വിജയിക്കണം, ലോകം മുഴുവൻ കീഴടക്കണം, എല്ലാറ്റിൻ്റെയും മേൽ എനിക്ക് ആധിപത്യം വേണം എന്നുള്ള ഈ ജീവിത പോരാട്ടത്തിൽ മറ്റുള്ളവരെ കാൽ കീഴിലാക്കി എൻ്റെ പൊക്കം വർദ്ധിപ്പിക്കാമെന്നുള്ള തെറ്റിദ്ധാരണയിൽ മുന്നേറുമ്പോൾ പലപ്പോഴും നമ്മളുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ആഴത്തിലുള്ള മുറിവുകൾ ഏൽപ്പിക്കുന്നുണ്ടാകാം. ജീവിത പോരാട്ടത്തിൽ മറ്റുള്ളവരിൽ ഏൽപ്പിക്കുന്ന മുറിവുകളും അവരിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന മുറിവുകളും വാസ്തവത്തിൽ നമ്മളുടെ ഹൃദയത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കുകയും നമ്മളുടെ മുഖപ്രസാദം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഗാഗുൽഥായിലെ കുരിശുമരം നമുക്കറിയാം, അതൊരു കൊലമരമാണ്. ഈ ലോകത്തിൽ ആർക്കും തന്നെ കൊലമരത്തിലേക്ക് നോക്കാനായിട്ട് താല്പര്യമില്ല. എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് എല്ലാ കഴുമരങ്ങളും. ഈശോ പറയുന്നു, ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഈശോയുടെ ഈ വചനം സാധൂകരിച്ചുകൊണ്ട് ഗാഗുൽഥായിലെ ഈശോയുടെ കുരിശ് അല്ലെങ്കിൽ ക്രൂശിതനായ ഈശോ മിശിഹ ഇന്നെല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുകയാണ്. കുരിശിൽ ഭീകരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട് അതിദാരുണമായി മരിച്ചു കിടക്കുന്ന ഈശോയുടെ മുഖം ഭയാനകവും ബീഭത്സവുമാകാം. അങ്ങനെയുള്ള ഒരു മുഖത്തേക്ക് നോക്കാനായിട്ട് ആർക്കും താല്പര്യമുണ്ടാവുകയും, പക്ഷെ ആളുകൾ എന്തുകൊണ്ട് ഈശ്വര കുരിശിലേക്ക് നോക്കി അല്ലെങ്കിൽ ക്രൂശിതനായ മിശിഹയെ നോക്കി പ്രാർത്ഥിക്കുന്നു? ഈ ലോകത്തിലെ എല്ലാ ദേവാലയങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈശ്വര കുരിശ് അല്ലെങ്കിൽ ക്രൂശിത രൂപം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ഇതിന് നമുക്ക് നൽകുന്ന ഉത്തരം ഈശോ പഠിപ്പിക്കുന്ന ക്ഷമയുടെ പാഠമാണ്. ഈശോ മലമുകളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പാഠം നൽകുന്നുണ്ട്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ല എങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പഠിപ്പിച്ച ഈ കാര്യം ഈശോ കുരിശിൽ പ്രാവർത്തികമാക്കി എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചവരുടെ മുഖത്ത് നോക്കി അവരോട് ക്ഷമിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈശോ തയ്യാറാകുന്നു. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തുകൊണ്ടെന്നാൽ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ശാന്തതയാൽ ഈശോയുടെ ഹൃദയം നിറഞ്ഞുവെന്നും ആ ഹൃദയ ശാന്തത, ഹൃദയത്തിന്റെ സമാധാനം ഈശോയുടെ മുഖത്തേക്ക് പ്രസരിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുരിശിൽ മരിച്ചു കിടക്കുന്ന ഈശോയുടെ മുഖത്തേക്ക് നോക്കാനായിട്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആകർഷിക്കപ്പെടുന്നത്. ക്ഷമയുടെ പാഠപുസ്തകമാണ് ഈശോയുടെ കുരിശ്. ജീവിതത്തിൽ പല മേഖലകളിലും മറ്റുള്ളവരോട് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും പലവിധ കാരണങ്ങളാൽ നമ്മൾ മടിക്കുകയാണ്. ഇങ്ങനെ പറയാറുണ്ട്, ക്ഷമിക്കാതിരിക്കാൻ നമുക്ക് 1000 കാരണങ്ങളുണ്ടാകാം. എന്നാൽ ക്ഷമിക്കാനുള്ളൊരു കാരണം അത് ഈശോ ക്ഷമിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചുവെന്നും കുരിശിൽ ക്ഷമയുടെ പാഠം പ്രാവർത്തികമാക്കി എന്നുള്ളത് കൊണ്ടും ക്ഷമിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ ഹൃദയത്തിന്റെ ഭാരം ലഘൂകരിക്കപ്പെടുന്നു. ഹൃദയത്തിന്റെ മുറിവുകൾ ഉണങ്ങുന്നു. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ശ്ലീഹായുടെ വചനം നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത്, പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ്. ഈശോയുടെ കുരിശിലേക്ക് നോക്കുമ്പോഴാണ് വാസ്തവത്തിൽ ക്ഷമിക്കാനായിട്ടുള്ള വലിയ കൃപ നമ്മളുടെ ജീവിതത്തിൽ നിറയുന്നത്. നമ്മളെ വേദനിപ്പിച്ചവരുടെ മുഖം
ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അസ്വസ്ഥതയ്ക്ക് കാരണമാകും. അവരന്ന് പറഞ്ഞ ആ വാക്ക്, അല്ലെങ്കിൽ അന്ന് എന്നോട് ചെയ്ത രീതി, അല്ലെങ്കിൽ എന്നോട് കാണിച്ച മനോഭാവം, അതൊരിക്കലും എനിക്ക് മറക്കാനോ ക്ഷമിക്കാനോ സാധിക്കുകയില്ല എന്ന് വാശിയും നിർബന്ധവും പിടിക്കുന്നവരാകാം നമ്മൾ. അതിൻ്റെ ദോഷം നമ്മൾക്ക് തന്നെയാണ്. ഈശോയുടെ കുരിശിലേക്ക് നോക്കി ക്ഷമയുടെ പാഠം അഭ്യസിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ കുരിശ് നൽകുന്ന രക്ഷയുടെ സന്ദേശം, ജീവിത സമാധാനത്തിൻ്റെ, നഷ്ടപ്പെട്ടു പോകാത്ത സന്തോഷത്തിൻ്റെ സന്ദേശം നമ്മളുടെ ജീവിതത്തിൽ സ്വീകരിക്കാമെന്ന് പ്രിയപ്പെട്ടവരെ, ഗാഗുൽത്തായിലെ ഈശോയുടെ കുരിശ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രൂശിതനിലേക്ക്, ഈശോയുടെ കുരിശിലേക്ക് നോക്കി ക്ഷമയുടെ പാഠങ്ങൾ പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതുവഴി ക്രൂശിതനായ മിശിഹ നമുക്ക് നേടിത്തന്ന രക്ഷ ആത്യന്തികമായി സ്വന്തമാക്കാനും നല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.